എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ അർജൻറ്റായിട്ട് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സിന് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് നോക്കാം. പേജ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോഴും ചില കാര്യങ്ങളിൽ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാര്യത്തെപ്പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്. കൺഫ്യൂസ്ഡായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പോഴും നിങ്ങൾ വേണ്ടാത്ത കുറേ ചിന്തകളാണ് കൊണ്ടുവരുന്നത്. വേണ്ടാത്ത തർക്കങ്ങൾ നിങ്ങൾ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് മാറ്റി വെക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. 2 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോഴും കൺഫ്യൂഷനാണ്. ഏത് കാര്യം മുന്നോട്ട് പോകണമെന്നും അറിയത്തില്ല. എന്നാൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ലൈഫിലൊരു സ്റ്റെബിലിറ്റി ആവശ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്കതിലൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളിപ്പോഴും അതിൽ സ്റ്റക്കാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 2 ഓഫ് വാൻഡ്സ് ആണ് കണ്ടില്ല, ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അതൊന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴും ചില കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യമാണ്. നിങ്ങൾ സ്ട്രോങ് ബൗണ്ടറി കീപ്പ് ചെയ്ത് നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ നടന്നു പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. അല്ലാതെ നിങ്ങൾ അതിനെ ഓർത്ത് ചിന്തിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലാതെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഹീലിംഗ് നടക്കത്തില്ല. പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡായി വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ചേഞ്ച് വരുത്തണം എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കഴിവുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങളതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ആൾക്കാരുമാണ്. സ്പിരിച്വൽ ആകേണ്ട ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സ്പിരിച്വൽ ആകാനായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ഹീല് ചെയ്യണം എന്നുള്ളത്. കാരണം അങ്ങനെ നിയോഗം കിട്ടിയിട്ടുള്ള കുറേ ആൾക്കാരുടെ എനർജി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ കിട്ടുകയുള്ളൂ. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നത് വെറുതെ അല്ല, അതിനോരോരോ കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. 5 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതെ, നിങ്ങൾക്കിപ്പോഴും കൺഫ്യൂഷൻ കണ്ടില്ലേ, നഷ്ടങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളിപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യം ആണ് എന്നുള്ളത്. പക്ഷെ നിങ്ങളിപ്പോഴും അതിനെ വിട്ടുകളയാൻ തയ്യാറല്ല. നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് ആ കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പടം വരയ്ക്കുന്ന ആൾക്കാരായിരിക്കാം, പാട്ട് പാടുന്ന ആൾക്കാരായിരിക്കാം, ഡാൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുക എന്നിവിടെ കാണിക്കും. കണ്ടില്ലേ, ആ ഹീലിംഗ് നടക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുക, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്നേഹം കൊടുക്കുക, മറ്റൊരാളിലും അത് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. 5 ഓഫ് പെൻറ്റക്കിൾസ് പിന്നെയും വന്നിട്ടുണ്ട്. എല്ലാ കാര്യവും എന്ത് ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തടസ്സമാണ്. ഇപ്പോഴും നഷ്ടത്തെ പറ്റിയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു നിങ്ങൾ വളരെയധികം അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തി ആയിരിക്കാം. വ്യക്തിയെ പറ്റിയിട്ടായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. അത്രയും ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആളായിരിക്കാം അത്. ടു ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ്. വളരെയധികം സ്പാർക്ക് തോന്നിയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്കത് തിരിച്ചു വരണം എന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഹീലിംഗ് ആണ്.
നിങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കിപ്പോഴും കൺഫ്യൂഷനാണ്, ഏതൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് അവിടെ പറ്റുന്നില്ല എന്നുള്ളത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുന്നത് അവർ നമുക്കുള്ളതല്ല. ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായിട്ട് മാത്രം വരുന്നതാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് കിടക്കാതിരിക്കുക. നമുക്കതിനേലും നല്ല ബെറ്റർ ആയിട്ടുള്ള പാർട്ട്ണർ നമ്മുടെ ലൈഫിലോട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ചില ആൾക്കാരെ എടുത്ത് മാറ്റുന്നത് എന്നും വിശ്വസിക്കുക. നമുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ആൾ തന്നെ നമുക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പം നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹീലിംഗ് ആണ്. അതിലേക്ക് ഫോക്കസ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂണിവേഴ്സിൻ്റെ പ്ലാൻ എപ്പോഴും നമ്മൾക്ക് അനുകൂലമായിട്ട് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനെ നിങ്ങൾ സംശയിക്കാതിരിക്കുക. വേണമെന്ന് വാശി പിടിക്കുന്ന ചില കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ ഒരു ഗുണവും ചെയ്യാത്ത, നമ്മളുടെ എനർജി വേസ്റ്റ് ആകുന്ന കുറേ കാര്യങ്ങളായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത്. നൈറ്റ് ഓഫ് വാൺസ് ആണ് ഇവിടെ പിന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കൊരു റെസ്റ്റ് ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. മെൻ്റലി നിങ്ങൾ റെസ്റ്റ് അനുഭവിക്കേണ്ട ഒരു സമയമാണ്. ഓവർ തിങ്കിങ് നല്ലതായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും വേറെ കാര്യങ്ങളിലാണ് ശ്രദ്ധ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാറ്റുക, നിങ്ങളിലേക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. കൂടുതലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എനർജീനെ മാറ്റണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു നിങ്ങൾ കൊടുത്ത പോലെ തന്നെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങളുടെ മാത്രം തെറ്റാണെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുത്ത് അതിലെന്തൊക്കെ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് എനിക്ക് ആ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഉള്ള സമയമാണ് എന്ന് യൂണിവേഴ്സ് പറയിച്ചിരിക്കുന്നുണ്ട്. എയ്റ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിട്ട് കളയേണ്ട കാര്യങ്ങൾ വിട്ട് കളയാനായിട്ട് ശ്രമിക്കുക. ബോട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നൊരു ഫാമിലിയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ചില ആൾക്കാർക്കിത് നമ്മൾ ഉപേക്ഷിച്ച് കളയണം എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെറുതെ നിങ്ങൾക്ക് ഒരു ഗുണവും തരാത്ത ഒരു സാഹചര്യമായിരിക്കാം അത്. അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോവാനായിട്ട് നിങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇവിടെ പുതിയ ഒരു പാർട്ട്ണർ എനർജി എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള സ്നേഹം, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് നൽകുന്ന ഒരാൾ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്ന് എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. 9 ഓഫ് വാൺസ് ആണ്. അപ്പോൾ നിങ്ങൾ കൈവിട്ടിട്ടില്ല. നിങ്ങൾ എഫേർട്ട് എടുത്തതിനുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ റെസ്റ്റ്ലെസ് ആണ്. ഒരു കാര്യവും എനിക്കത് കിട്ടുമോ എന്നുള്ള ചിന്തയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നതെങ്കിൽ അത് മാറ്റണം. ചേസ് ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകും, ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കാത്തിരിപ്പ് നിങ്ങൾ മാറ്റുക. കാത്തിരിക്കുന്നതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കും, ഇത് നടക്കാനുള്ള സമയം കൂടിക്കൊണ്ടിരിക്കും. അപ്പം അത് മനസ്സിലാക്കി വെയിറ്റിംഗ് എനർജി മാറ്റുക. അത് നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിനാക്കി കളയും. ടെമ്പറൻസ് ആണ്. അതെ, ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിന് എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരിക, കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരിക. എല്ലാ കാര്യത്തിനും വളരെ നല്ല രീതിയിൽ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങളെ അറിയിച്ചിരിക്കുന്നത്.